UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ചുരുക്കരൂപങ്ങൾ തന്നിട്ട് പൂർണ്ണരൂപങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയാറുണ്ടല്ലോ. ഇന്ന് ചുരുക്കരൂപങ്ങളും അവയുടെ പൂർണ്ണരൂപങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കൊറോണ വൈറസാണ് കോവിഡ്-19. കോവിഡ്-19 എന്ന പേര് നിശ്ചയിച്ചത് ലോകാരോഗ്യ സംഘടനയാണ്. കോവിഡ്-19 ഒരു ചുരുക്കരൂപമാണ്. എന്താണ് അതിൻ്റെ പൂർണ്ണരൂപം? അതിൻ്റെ പൂർണ്ണരൂപം കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നാണ്. കൊറോണ വൈറസ് ഡിസീസ് 2019 എന്നാണ്. ചില വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ IELTS എന്ന പരീക്ഷ പാസ്സാകണമെന്നുണ്ട്. IELTSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. IELTSൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ഇത് ആവശ്യമില്ല. എന്നാൽ യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ IELTS പരീക്ഷ ആവശ്യമാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാടക ട്രൂപ്പാണ് KPAC. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, കൈയും തലയും പുറത്തിടരുത്, സർവേക്കല്ല്, അശ്വമേധം, അങ്ങനെ ധാരാളം നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നാടക ട്രൂപ്പാണ് KPAC. എന്താണ് KPACയുടെ പൂർണ്ണരൂപം? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നാണ് KPACയുടെ പൂർണ്ണരൂപം. ചില വാഹനങ്ങളിലും ചില കെട്ടിടങ്ങളിലും ചില പരസ്യങ്ങളിലുമൊക്കെ LSGD എന്ന് കാണാറുണ്ടല്ലോ. LSGD എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ചേർന്നാണ് LSGD അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ലോകബാങ്കിൻ്റെ ഒരു ഘടകമാണ് IBRD. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരിൽ എന്നുപോലും IBRD അറിയപ്പെടുന്നുണ്ട്. എന്താണ് IBRDയുടെ പൂർണ്ണരൂപം? ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് IBRDയുടെ പൂർണ്ണരൂപം. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ബാങ്കാണ് നബാർഡ്. NABARD. നബാർഡ് രൂപീകൃതമായത് 1982 മുംബൈ ആണ് അതിൻ്റെ ആസ്ഥാനം. എന്താണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അമൂൽ എന്ന് കേൾക്കാത്തവരില്ല, അത് ഉപയോഗിക്കാത്തവരും ചുരുക്കമാണ്. എന്താണ് അമൂൽ എന്നതിൻ്റെ പൂർണ്ണരൂപം? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അതാണ് അമൂലിൻ്റെ പൂർണ്ണരൂപം. 1991 USSR വിവിധ രാജ്യങ്ങളായി വേർപെട്ടു. റഷ്യ, ഉക്രൈൻ, തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ 12 രാജ്യങ്ങളായി വേർപെട്ടു. USSR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? അതിൻ്റെ പൂർണ്ണരൂപം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ഈ പറയുന്ന 12 രാജ്യങ്ങൾ ചേർന്നൊരു അന്താരാഷ്ട്ര സംഘടനയുണ്ടാക്കി. അതാണ് CIS. എന്താണ് CISൻ്റെ ഫുൾ ഫോം? കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. CISൻ്റെ ഫുൾ ഫോം കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് എന്നാണ്. CHOGM അത് എന്തിൻ്റെ പൂർണ്ണരൂപമാണ്? അതായത് ബ്രിട്ടൻ ഒരു കാലത്ത് ഭരിച്ചിരുന്ന, ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളും കൂടി ചേർന്ന സംഘടനയാണ് CHOGM അല്ലെങ്കിൽ ചോഗം എന്ന് പറയും. എന്താണ് ചോഗം എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം? കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് മീറ്റിംഗ്. കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് മീറ്റിംഗ് എന്നാണ് ചോഗത്തിൻ്റെ പൂർണ്ണരൂപം. UNOയ്ക്ക്
ഒരുപാട് പോഷക സംഘടനകളുണ്ട്. യുനിസെഫ്, യുനെസ്കോ, WTO, WHO, WMO, ILO, ഇങ്ങനെ ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിലെ യുനെസ്കോയുടെ പൂർണ്ണരൂപം എന്ത്? കലിംഗ പ്രൈസ് കൊടുക്കുന്നത് യുനെസ്കോയാണ്. UNESCO, യുനെസ്കോ. അതിൻ്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷണൽ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം. 1961 രൂപീകൃതമായ അന്താരാഷ്ട്ര സംഘടനയാണ് NAM. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഈജിപ്റ്റ് പ്രസിഡന്റ് കേണൽ നാസറും യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോയും മുൻകൈയെടുത്ത് രൂപീകൃതമായതാണ് NAM. NAM. എന്താണ് നാമിൻ്റെ ഫുൾ ഫോം? നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എൻ്റെ മലയാളം ചേരിചേര പ്രസ്ഥാനം എന്നാണ്. 1985 നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് സാർക്ക്. SAARC. സാർക്ക്. ഇതിലെ 8 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, മാലിദ്വീപ് തുടങ്ങിയ 8 രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. എന്താണ് ഈ സാർക്ക്? SAARCയുടെ ഫുൾ ഫോം ഇതാണ്: സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. ഇന്ത്യ ഗവൺമെൻറ് ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് PVC. PVCയുടെ പൂർണ്ണരൂപം എന്ത്? പരമവീര ചക്രം. PVCയുടെ പൂർണ്ണരൂപം പരമവീര ചക്രം. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVCയുടെ പൂർണ്ണരൂപം എന്ത് എന്ന് ചോദിക്കാം. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVCയുടെ പൂർണ്ണരൂപം പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. പോളിവിനൈൽ ക്ലോറൈഡ്. ABCക്ക് ഒരുപാട് പൂർണ്ണരൂപങ്ങളുണ്ട്. പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ABCയുടെ പൂർണ്ണരൂപം ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എന്നാണ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ABCയുടെ പൂർണ്ണരൂപം ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലം. ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലം. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ABCയുടെ പൂർണ്ണരൂപം അനിമൽ ബർത്ത് കൺട്രോൾ. അനിമൽ ബർത്ത് കൺട്രോൾ. പിന്നെ ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ്, അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഇങ്ങനെയുമൊക്കെ ABCക്ക് പൂർണ്ണരൂപമുണ്ട്. ABC രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ 3 അർജൻറ്റീന, ബ്രസീൽ, ചിലി എന്നിവയാണ്. NSSന് 3 പൂർണ്ണരൂപങ്ങളാണുള്ളത്. എന്തൊക്കെയാണവ? ഒന്ന് നായർ സർവീസ് സൊസൈറ്റി, മറ്റൊന്ന് നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീമിൻ്റെ അവർക്കുള്ള ഒരു ഗാനമാണ് മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ എന്നൊക്കെ ഉള്ളത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഗാനമാണ്. മറ്റൊരു പൂർണ്ണരൂപമുള്ളത് നാഷണൽ സേവിങ് സ്കീം. അപ്പോൾ NSSൻ്റെ 3 പൂർണ്ണരൂപങ്ങൾ: ഒന്ന് നായർ സർവീസ് സൊസൈറ്റി, നാഷണൽ സർവീസ് സ്കീം, നാഷണൽ സേവിങ് സ്കീം. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് NDA ആണ്. NDAയുടെ പൂർണ്ണരൂപം എന്ത്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. NDAക്ക് വേറൊരു പൂർണ്ണരൂപമുണ്ട്. അതെന്ത്? അത് നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമി. 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരുന്ന UPA ആണ്. UPAയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. കേരളം 2 മുന്നണികളാണ് മാറി മാറി ഭരിക്കുന്നത്. ഒന്ന് LDF, മറ്റത് UDF. LDFൻ്റെ ഫുൾ ഫോം ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. LDF ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. UDF യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അപ്പം ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും അതുപോലെ സാമൂഹ്യ പ്രവർത്തകർക്കും ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് കില. കില തൃശ്ശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവിലാണ്. എന്താണ് കിലയുടെ ഫുൾ ഫോം? KILA. കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ ഫുൾ ഫോം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയാണ് അമ്മ, AMMA. എന്താണ് അമ്മയുടെ പൂർണ്ണരൂപം? അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് അമ്മയുടെ പൂർണ്ണരൂപം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നാണ് അമ്മയുടെ പൂർണ്ണരൂപം. ഡ്രൈവർമാർക്ക് PCRA ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ. എന്താണ് PCRAയുടെ ഫുൾ ഫോം? പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ, അതാണ് PCRA ഫുൾ ഫോം. RRBക്ക് 2 പൂർണ്ണരൂപങ്ങളുണ്ട്. ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് RRBയുടെ പൂർണ്ണരൂപം RRB റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക്. റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട പൂർണ്ണരൂപം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നാണ്. RRBയുടെ പൂർണ്ണരൂപം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ബസ്സുകൾക്ക് റൂട്ട് പെർമിറ്റ് അനുവദിക്കുന്ന ഉദ്യോഗസ്ഥനാണ് RTO. എന്താണ് RTOയുടെ പൂർണ്ണരൂപം? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നാണ് RTOയുടെ പൂർണ്ണരൂപം. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. ചിലരെങ്കിലും അത് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് ധരിക്കുന്നവരുണ്ട്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നാണ് RTOയുടെ പൂർണ്ണരൂപം. വാഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു RC ബുക്ക് ഉണ്ടാകും. എന്താണ് RC ബുക്കിൻ്റെ പൂർണ്ണരൂപം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബുക്ക്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബുക്ക് എന്നാണ് RC ബുക്കിൻ്റെ പൂർണ്ണരൂപം. എയ്ഡ്സ് വ്യാപനം തടയുന്നതിനു വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ് നാക്കോ. നാക്കോയുടെ ഫുൾ ഫോം എന്ത്? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. കൊറോണ രോഗം പിടിപെട്ടാൽ സാഴ്സ് രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു. സാഴ്സ് എന്നാൽ SARS. സാഴ്സ് ഒരു ചുരുക്കരൂപം എന്താണ് സാഴ്സിൻ്റെ പൂർണ്ണരൂപം? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ PDPP ആക്ട് പ്രകാരം കേസെടുക്കാം. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. 10-20 വർഷമായി PDPP ആക്ട് നിലവിൽ വന്നിട്ട്. എന്താണ് PDPPയുടെ ഫുൾ ഫോം? പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി. പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി. നമ്മൾ ബാങ്കുകളിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ ചെല്ലുമ്പോൾ KYC വേണമെന്ന് പറയാറുണ്ട്. KYC. എന്താണ് KYC? നോ യുവർ കസ്റ്റമർ. KYCയുടെ ഫുൾ ഫോം നോ യുവർ കസ്റ്റമർ. 1987 ബാങ്കുകളിൽ ATM സംവിധാനം വന്നത്. ആദ്യം അത് ഇംഗ്ലണ്ടിലാണ് വന്നത്, പിന്നീടാണ് ഇന്ത്യയിലേക്ക് ATM സംവിധാനം സാവകാശം വന്നത്. എന്താണ് ATMൻ്റെ ഫുൾ ഫോം? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. എന്താണ് GSTയുടെ ഫുൾ ഫോം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GSTയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മൾ ചിലപ്പോൾ നോട്ടീസുകളൊക്കെ തയ്യാറാക്കുമ്പോൾ NB ഇട്ട് എന്തെങ്കിലും ഒരു മാറ്റം കൂടെ എഴുതാറുണ്ട്. NB. എന്താണ് NBയുടെ ഫുൾ ഫോം? നോട്ടാ ബിന. NBയുടെ ഫുൾ ഫോം നോട്ടാ ബിന. അതുപോലെ തന്നെ നമ്മൾ PS എന്നിട്ടും ചില വിവരങ്ങൾ എഴുതാറുണ്ട്. എന്താണ് PSൻ്റെ ഫുൾ ഫോം? പോസ്റ്റ് സ്ക്രിപ്റ്റ്. PSൻ്റെ ഫുൾ ഫോം പോസ്റ്റ് സ്ക്രിപ്റ്റ്. അതുപോലെ നമ്മൾ മറുവശത്ത് മാറ്റമുണ്ടെങ്കിൽ PTO എന്ന് നമ്മുടെ പേജിൽ ഏറ്റവും ഒടുവിൽ കാണാം. PTO. എന്താണ് PTOയുടെ ഫുൾ ഫോം? പ്ലീസ് ടേൺ ഓവർ. PTOയുടെ ഫുൾ ഫോം പ്ലീസ് ടേൺ ഓവർ. 1953 UGC നിലവിൽ വന്നത്. എന്താണ് UGCയുടെ ഫുൾ ഫോം? യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. അതാണ് UGCയുടെ ഫുൾ ഫോം. RECകളാണ് NITകളായി മാറിയത്. ഇവയുടെ രണ്ടിൻ്റെയും പൂർണ്ണരൂപം എന്ത്? REC എന്നാൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. NIT എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. GATT ആണ് 1995 മുതൽ WTO ആയി മാറിയത്. GATT GATT ആണ് WTO ആയി മാറിയത്. ഇതിൻ്റെ രണ്ടിൻ്റെയും പൂർണ്ണരൂപം എന്ത്? GATT എന്നാൽ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്.
WTO എന്ന് വെച്ചാൽ അതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ നിത്യേന കേൾക്കാറുള്ളതും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതുമായ ചില ചുരുക്കരൂപങ്ങളും അവയുടെ പൂർണ്ണരൂപങ്ങളുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും പഠിക്കാനുള്ള ചുരുക്കരൂപങ്ങളും പൂർണ്ണരൂപങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.